ഞാനിപ്പോൾ നിൽക്കുന്നത് ആലുവ ആലങ്ങാടുള്ള ടാറ്റ മോട്ടോഴ്സിൻ്റെ ഷോറൂമിലാണ്. ഈ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഷോറൂമിന് മുന്നിൽ ഇവിടെ ഈ പടിവാതിൽക്കൽ തന്നെ ഒരു സ്വകാര്യ ബസ് കാണാം. ഈ ബസ്സിൻ്റെ മുകളിൽ ഒരാൾ ഇരിപ്പുണ്ട്. ഇദ്ദേഹം ഈ ബസ്സിൻ്റെ ഓണറാണ്. ഇദ്ദേഹം ഇവിടെ ഒരു വലിയ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ ബസ് ഈ ടാറ്റ ഷോറൂമിൻ്റെ മുന്നിൽ വട്ടം നിർത്തി പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ ഇദ്ദേഹം പറയുന്നത് 2024 അദ്ദേഹം ഈ ബസ് എടുത്തത്. ഈ ബസ് എടുത്തതിന് ശേഷം അദ്ദേഹം 500 ദിവസമായി ബസ് എടുത്തിട്ട് 500 ദിവസത്തിൽ 200 ദിവസവും ഈ ബസ് ഈ ഷോറൂമിൽ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിലായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല ഈ ബസ് എടുത്ത് അന്ന് മുതൽ തന്നെ നിരവധി കംപ്ലൈൻറ്റുകൾ ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നത്. ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ ബസ്സിന് മുകളിൽ ഇപ്പോൾ ഇരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിന് തന്നെ ചോദിക്കാം. ചേട്ടാ, എന്താ പേരെന്താ? എൻ്റെ പേര് ജോമിന്ന്. ഞാൻ ഈ വണ്ടി ടാറ്റയുടെ അൾട്ര വണ്ടി 916 വണ്ടി മേടിച്ചതാണ്. മേടിച്ച അന്ന് മുതൽ ഈ വർക്ക്ഷോപ്പിലാണ് ഞാൻ. ആകെ 1.5 കൊല്ലം പഴക്കമുള്ള ഈ വണ്ടിക്ക്. 1.5 കൊല്ലത്തിൽ 200 ദിവസം ഞാൻ ഈ വാഹനമായിട്ട് ഈ വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ട്. എനിക്ക് ഈ വാഹനം ഓടിക്കാൻ പറ്റാത്ത അവസ്ഥ, എല്ലാ ദിവസവും പ്രശ്നങ്ങളാണ്. ഞാൻ ഇവരെ അറിയിച്ചിട്ട് ഇവർക്കൊരു പരിഹാരം ഉണ്ടാക്കി തരാൻ പറ്റണല്ലോ. എനിക്ക് മാത്രമല്ല, എന്നെ പോലെ ഈ വാഹനം കൊടുത്ത ഒരുപാട് പേര് കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ടാറ്റ 916 എന്ന് പറയുന്ന ടാറ്റയുടെ പുതിയ മോഡൽ ഒരു വാഹനമാണ്. അപ്പോൾ കൂടുതൽ ഫെസിലിറ്റി ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പുതിയ വണ്ടി മേടിച്ചത്. പുതിയ വണ്ടി മേടിച്ച അന്ന് തുടങ്ങിയതാണ്. ഇപ്പോൾ ഫിനാൻസ് അടയ്ക്കാനും മറ്റു കാര്യങ്ങൾക്കായിട്ട് കഷ്ടപ്പെട്ട് ഈ ആഴ്ച തന്നെ 3 ദിവസമായിട്ട് വാഹനം ഈ വർക്ക്ഷോപ്പിലാണ്. ഒരു നിവൃത്തിയില്ലാത്തൊരവസ്ഥ. അങ്ങനെ വന്നപ്പോൾ ഏറ്റവും അവസാനം പ്രതിഷേധിക്കാനായിട്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ മുമ്പിൽ കയറിയെന്ന്. ഇതിനെപ്പറ്റി കാര്യങ്ങൾ മറ്റുള്ളവർ അറിയാൻ വേണ്ടിയാണ് ഇതിൻ്റെ മുകളിൽ കയറിയെന്ന് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര ബസ് വാങ്ങിച്ചു? ഇവിടുന്ന് 2 എണ്ണം. ഈ 2 എണ്ണം, ഒരെണ്ണം തേവരയിൽ കിടക്കാണ് കംപ്ലൈന്റ് ആയിട്ട്. ഇന്ന് തന്നെ ഒരെണ്ണം തേവരയിൽ കംപ്ലൈന്റ് ആയിട്ട് കിടക്കാണ്. എന്താ കംപ്ലൈന്റ്? വണ്ടി വലിക്കൂല, തന്നെ ഓഫായി പോകും, ഫ്രണ്ട് വീല് ഊരി പോകും. ഇതൊക്കെയാണ് ഇതിന്റെ കംപ്ലൈന്റ്. ഒരു 200 പ്രാവശ്യമെങ്കിലും ഞാൻ ഈ വണ്ടിയായിട്ട് ഈ വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ട്. ഒരു രക്ഷയില്ല. വണ്ടി കൊണ്ടുനടക്കാൻ പുതിയ വണ്ടി മേടിച്ചിട്ട് നമുക്ക് 2-3 കൊല്ലം പണിയില്ലാണ്ടിരിക്കാനാണ് പുതിയ വണ്ടി മേടിക്കാൻ. ഈ പുതിയ വണ്ടി മേടിച്ചിട്ട് ഇതുവരെ എനിക്ക് വണ്ടി ഓടിക്കാവുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. അപ്പം മറ്റുള്ളവരും അറിഞ്ഞ് മറ്റുള്ളവരെങ്കിലും ഈ കെണി പെടാണ്ടിരിക്കാനാണ് ഞാൻ ഈ സമരം ഒന്നാമത്. പിന്നെ എൻ്റെ കുടുംബമാണെങ്കിൽ അനാഥയാവുന്ന ഒരു അവസ്ഥയായി. ഫിനാൻസ് അടച്ച് കയ്യിൽ നിന്ന് കാശെടുത്ത് വെച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ നടത്തുന്നത്. വണ്ടി ഓടിച്ചിട്ട് പോലും നിലനിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. 2 ബസ് ഇറങ്ങിയപ്പോൾ എത്ര രൂപയായി? 70 രൂപ, 70 ലക്ഷം രൂപ ലോണാണ്. 25 ലക്ഷം രൂപ വെച്ച് ലോൺ, ഒരു മാസം 70,000 രൂപ വെച്ച് അടവ്, പിന്നെ വണ്ടിയുടെ ടാക്സ്, ഇൻഷുറൻസ് മറ്റൊക്കെ കൂടി 90,000 1 ലക്ഷം രൂപ വേണം ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കൊടുക്കണമെങ്കിൽ. അങ്ങനത്തെ അവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ ഒരു ഗത്യന്തരമില്ലാതെയാണ് ഈ മുകളിൽ കയറുന്ന പ്രതിഷേധം. അതെ, ഒരു രീതിയിൽ ഇത് കൊണ്ടുനടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ വന്നപ്പോഴാണ് ഇപ്പോൾ ഇതിൻ്റെ മുമ്പിൽ മറ്റുള്ളവരെങ്കിലും അറിയട്ടെ, ഇനി വേറെ ആരും ഈ കെണിയിൽ വന്ന് ചാടരുതെന്നുള്ളൊരു അവസ്ഥയും കൂടിയാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യാനുള്ള കാര്യം. ഈ ഷോറൂമിൽ ഇവരെന്താ പറയുന്നത്? ഇവർ നന്നാക്കി തരാമെന്ന് പറയും. ഇന്നലെ കാലത്ത് ഇതേ കംപ്ലൈൻറ്റ് തന്നെ നന്നാക്കി തന്നത്. പക്ഷേ പിറ്റേ ദിവസം അത് തന്നെ അങ്ങനെ തന്നെയാവും. വണ്ടി കംപ്ലൈൻ്റ് ആണ്, എപ്പോഴും കംപ്ലൈൻറ്റ്. ഇപ്പോൾ ഈ വണ്ടി എന്നാ എടുത്തത്? എങ്ങനെയാണ്? എത്ര കിലോമീറ്റർ ഓടി? വണ്ടി 1,40,000 കിലോമീറ്റർ. അതിനിടയിൽ 200 ദിവസം ഈ വണ്ടി വർക്ക്ഷോപ്പിൽ കിടന്നിട്ടുണ്ട്. കഴിഞ്ഞ മാസം 1.5 മാസം കിടന്നു ഈ വണ്ടി വർക്ക്ഷോപ്പിൽ. ഇപ്പോൾ എന്താണ് ചേട്ടൻ്റെ ഒരു ആവശ്യം? എന്താണ് എനിക്ക് പറയാൻ പോകുന്നത്? എനിക്ക് പണിയില്ലാണ്ട് ഇത് കൊണ്ടുനടക്കാനുള്ള ഒരു അവസ്ഥ അവർ ഇവർക്കാനുള്ള ചെയ്തു തരാൻ പറ്റുള്ളൂ. സെൻസർ വണ്ടിയൊക്കെയാണ്, നമുക്ക് പുറത്ത് പണിയാനും പറ്റൂല. അപ്പോൾ ഇവർ എന്തെങ്കിലും ഗതിയിൽ ഇത് പണിത് എനിക്കിത് ഓടിക്കാനുള്ളൊരു അവസ്ഥ ഉണ്ടാക്കി തരാം, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തരണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ഈ പ്രതിഷേധം എങ്ങനെ ഇരുന്ന് അവരെന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? അവർ പണിത് തരാമെന്ന് ഇപ്പോഴും പറയണം. പണിത് തന്നിട്ട് എന്താ കാര്യം? നാളെ കാലത്ത് ഇത് തന്നെയല്ലേ അവസ്ഥ. ശാശ്വതമായ ഒരു പരിഹാരം, ഈ വാഹനത്തിന് ശാശ്വതമായ പരിഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിഹാരം ഉണ്ടാക്കി തരാനുള്ള ഒരു വകുപ്പ് ഉണ്ടാക്കണമെന്നുള്ളതാണ്. പരിഹാരം ഇല്ലാതെ ഇനി ബസ്സിൽ നിന്ന് ഇറങ്ങില്ല, മുകളിൽ നിന്ന് ഇറങ്ങില്ല. ഇല്ല, പരിഹാരം ഇല്ലാണ്ട് മുകളിൽ നിന്ന് ഇറങ്ങില്ല. എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കി തരണം. ഇത് മറ്റുള്ളവരും കാണണം. ആരും വന്ന് ഇങ്ങനെ ചാടരുത്. പുതിയൊരു വണ്ടി എടുക്കാന്ന് വെച്ചാൽ മറ്റുള്ളവരൊക്കെ ഒരു സ്വപ്നങ്ങളാണ് ഒരു പുതിയ വണ്ടി. 15-20 വർഷം ഓടേണ്ട ഒരു വണ്ടി 1 കൊല്ലം എത്തിയപ്പോൾ തന്നെ എല്ലാ ദിവസവും വർക്ക്ഷോപ്പിലാണെങ്കിൽ പിന്നെ ഇതെങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റും? വളരെ അവസ്ഥ മോശമാണ്. ചെറിയൊരു വരുമാനമാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇത് ഓടിച്ചാണ് നമ്മൾ കുടുംബം പോലെ. ഇപ്പോൾ കുടുംബത്തിൽ വളരെ പ്രതിസന്ധിയിലാണ് ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര വർഷമായിട്ട് ബസ്സിൻ്റെ ഈ ഫീൽഡിലുണ്ട്? 20 കൊല്ലമായിട്ട്. 20 വർഷമായിട്ട് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഇത് ഡീസൽ മൈലേജ് കൂടുതൽ കിട്ടുമെന്നും പറഞ്ഞാണ് ഈ വാഹനം എടുക്കാനുള്ള കാര്യം. 6 കിലോമീറ്റർ മൈലേജ് പറഞ്ഞിട്ട് 4 കിലോമീറ്റർ മൈലേജാണ് ഈ വാഹനത്തിന് കിട്ടുന്നത്. അതുപോലെ ഒരു പ്രാവശ്യം ഫ്രണ്ട് വീൽ ഊരിപ്പോയി. ഈ വണ്ടി വളരെ അന്ന് അപകടം ഉണ്ടാവാണ്ട് രക്ഷപ്പെട്ടത് ചെറിയൊരു 4.5-ക്കാണ്. വണ്ടി സ്പീഡ് കുറവായതിൻ്റെ പേരിൽ. എന്ന് വേണ്ട ഇതിന് എടുത്തിട്ട് അനുഭവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അനുഭവിച്ചെന്നുള്ളതാണ്. പുതിയ വണ്ടി എടുത്ത് നന്നായിട്ട് നമ്മൾ സർവീസ് നടത്താൻ വേണ്ടിയാണല്ലോ പുതിയ വണ്ടി എടുക്കണത്. 2-3 കൊല്ലത്തേക്ക് പണി ഉണ്ടാവില്ല, എല്ലാം പുതിയ സാധനങ്ങളാണ്. പക്ഷേ ഈ വാഹനം എടുത്തിട്ട് പിറ്റേ ദിവസം മുതൽ ഈ വർക്ക്ഷോപ്പിലാണ്.
രാത്രിയും പകലും. ഇതിപ്പോൾ ആരുടെ പ്രശ്നമാണ് ശരിക്കും? വണ്ടിയുടെ കംപ്ലൈൻ്റ് ആണ്. വണ്ടിയുടെ കംപ്ലൈൻറ്റ് ഇവർക്ക് പരിഹരിക്കാൻ പറ്റണില്ല. ഈ ടാറ്റ 916 എന്ന് പറയുന്ന ഈ വാഹനത്തിൻ്റെ ഇതേ മോഡൽ പരിഹരിക്കാൻ പറ്റണില്ല. ഇവിടെ കിടന്നു വെച്ചാൽ കുറേ ചേസുകൾ അവസാനം ടാറ്റയ്ക്ക് അല്ല KSRTC കൊടുക്കുക ചെയ്ത്. ഈ KSRTC മേടിച്ച എല്ലാ വണ്ടികളും ഇതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട് കംപ്ലൈൻ്റ് ആയിട്ട്. എനിക്ക് മാത്രമല്ല, ഈ വണ്ടിയുടെ മോഡൽ പ്രശ്നമാണ്. KSRTC ബസ് അകത്തുണ്ടോ? ഈ അകത്ത് 10 എണ്ണം കിടക്കുന്നുണ്ട് കംപ്ലൈൻ്റ് ആയിട്ട്. ഈ സെയിം മോഡൽ വണ്ടി KSRTC ഗണേഷ് കുമാർ മന്ത്രിയായിരുന്നപ്പോൾ മേടിച്ചേക്കണതാണ്. ഞങ്ങൾക്ക് 20 ലക്ഷം രൂപയ്ക്ക് വന്നപ്പോൾ 27 ലക്ഷം രൂപയ്ക്കാണ് ഈ ചേസ് അവർക്ക് കൊടുത്തേക്കണം. ആ സാധനം എല്ലാം ഈ വർക്ക്ഷോപ്പിൻ്റെ അകത്തേക്ക് നോക്കിയേക്കാണ് എല്ലാം ഇവിടെ വന്ന് കിടക്കുന്നുണ്ട് കംപ്ലൈൻ്റ് ആയിട്ട്. ഇതാണ് അവസ്ഥ. എൻ്റെ പേര് ജോമിന്ന്. വീട് ആലുവ ചുണകുമ്പേലി. ഇതിലും ജോമിച്ചേട്ടൻ്റെ ഒരു അവസ്ഥയാണ് പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് ഈ ബസ് വാങ്ങിച്ച് 500 ദിവസമായുള്ളൂ, അതിൽ 200 ദിവസവും വർക്ക്ഷോപ്പിലായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ബസ്സിൻ്റെ മുകളിൽ കയറുന്ന പ്രതിഷേധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഇതൊരു ശാശ്വതമായ പരിഹാരം ലഭിക്കാതെ ഈ ബസ്സിൽ നിന്ന് താഴേക്ക് ഇറങ്ങില്ല എന്നുള്ളതാണ്. അതെന്തായാലും ഈ ഒരു ടാറ്റ മോട്ടോഴ്സിൻ്റെ പടിവാതിക്കൽ അവിടെ ബസ് വട്ടം വെച്ച് അവിടെ അതിൻ്റെ മുകളിൽ കയറുന്ന ഈ ബസ് ഉടമ പ്രതിഷേധിക്കുകയാണ്. നമുക്കറിയാം, ഇന്ധനവിലയൊക്കെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഇപ്പോൾ ബസ്സുകളൊക്കെ ഓടുന്നത് വളരെ വലിയ നഷ്ടത്തിലാണെന്നൊരു പരക്കെ അത്തരത്തിലൊരു അത്തരം കാര്യങ്ങളൊക്കെ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ സമയത്താണ് ബസ്സിന് ഇത്തരത്തിലൊരു പുതിയ ബസ് വാങ്ങിച്ചിട്ട് ഇത്തരത്തിൽ ഒരു കംപ്ലയിൻറ്റ് ഇവർ പറയുന്നത്. ആ കംപ്ലയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു ശാസ്ത്രമായ പരിഹാരം ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഈ ബസ്സിന് മുകളിൽ കയറുന്ന ഒരു ബസ് ഉടമയ്ക്ക് പ്രതിഷേധിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ബസ് വാങ്ങി 500 ദിവസത്തിനിടെ 200 ദിവസവും ഷോറൂമിലാണ് ഈ ബസ്. അതുകൊണ്ട് ശാശ്വതമായി പരിഹാരം കാണണമെന്ന ആവശ്യമാണ് ഈ ബസ് ഉടമ മുന്നോട്ട് വയ്ക്കുന്നത്. ക്യാമറമാൻ ആൻ്റണിക്കൊപ്പം സിബി ജോസഫ്, മീഡിയ 1 കൊച്ചി.